ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാത്തിരുന്ന ആ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്ത വീഡിയോയിലെ കമൻസിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഒരു ഫൈനൽ അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് ഓൺ ചെയ്ത് വെക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ സീസണൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ വർഷവും പ്രതിസന്ധിയിലാവുമോ ഒരു വലിയ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം മറ്റു ടീമുകളൊക്കെ സൈനികൾ നടത്തുമ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യമായിട്ട് സൈനികളൊന്നും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപാട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു ഇൻവെസ്റ്റേഴ്സ് വേണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഫൈനലി അത് നടന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ടുള്ള സില്ലീസ് ആണ് അക്കാര്യം പുറത്തുവിട്ടുള്ളത്. എക്സ്ക്ലൂസീവായിട്ട് തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മാനേജ്മെന്റ് ആയിട്ടുള്ള മാഗ്നസ് സ്പോർട്സ് ഔട്ടായിരിക്കുകയാണ്. ഇന്നലെ ഹൈദരാബാദിൽ വെച്ച് പുതിയ ഇൻവെസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് സില്ലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ മാനേജ്മെന്റ് ആയിട്ടുള്ള മാഗ്നസ് സ്പോർട്സ് എന്തായാലും പുറത്തായിട്ടുണ്ട്. പുതിയ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ഈ സീസണിൽ ഉണ്ടാവുക. പക്ഷെ ആ പുതിയ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് സില്ലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ CEO ആയിട്ടുള്ള അബിക്ക് തന്നെ ആയിരിക്കും ഈ സീസണിലെയും ടീം ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുക. എൽനോ റിപ്പോർട്ടർ ആയിട്ടുള്ള ആഷിനേക്ക് പറയുന്നതനുസരിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ്. പുതിയ സൈനികളൊക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിലവിലെ കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡ് തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുക. പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നാൽ ആഷ്ലി തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മികച്ച സൈനികളും മികച്ച നീക്കങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിക്കൊണ്ടേ